വെൽക്കം ടു കോമഡി മസാല. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബിനു അടിമാലി ആൻഡ് ഉല്ലാസ് പന്തളം. യെസ്, അങ്ങനെ അവർ രണ്ടുപേരും ജോയിൻ ചെയ്തിരിക്കുകയാണ്. ടീം കോമിക് റൈഡേഴ്സിന്റെ ഒരു രസകൻ സ്കിറ്റ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കഷ്ടമാണ് പറഞ്ഞിട്ട് കാര്യങ്ങൾ നമ്മളെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അങ്ങനെ പങ്കെടുക്കാനുള്ളതല്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്നതല്ലേ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ, എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ, നാലാന്നും എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ. ചേച്ചി, ആ വിളക്ക് എവിടെയാ ഇരിക്കുന്നേ? എന്താ ഊതിക്കെടുത്താനാ? ഇന്നലെ കൂടി, മെനിഞ്ഞാന്നും കൂടി, നാലാന്നും കൂടി. അപ്പോ ഡെയിലി കുടിയായിരുന്നല്ലേ? ആ ടാർപോളിൻ കൊണ്ടുപോയ പയ്യന്റെ പേരെന്താ? നിവിൻ പോളിൻ. അയ്യോ, എനിക്ക് സഹിക്കണില്ലേ, എനിക്ക് സഹിക്കണില്ലേ, എനിക്ക് സഹിക്കണില്ലേ. എനിക്കും സഹിക്കണില്ല. നിനക്കെന്താ സഹിക്കാൻ പറ്റാത്തത്? ചേട്ടന്റെ ഈ മുഖം കണ്ടിട്ട് സഹിക്കണില്ല. ചേച്ചി, എന്താ? ചേട്ടനെ എടുക്കട്ടെ? നല്ല വില കിട്ടുമെങ്കിൽ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടറായി പുല്ലിനെ. അറിഞ്ഞില്ലേ? അറിഞ്ഞു, പക്ഷേ നിക്കാൻ നേരമില്ല. ഈ ചൂട്ടും കത്തിച്ചു പിടിച്ച് ഇപ്പൊ എങ്ങോട്ടാ? സിഗരറ്റ് കത്തിക്കാൻ തീപ്പെട്ടി മേടിക്കാൻ ഒരു കടയിൽ പോവുകയാ. മണ്ടൻ തന്നെ. ആ കട എപ്പോഴേ അടച്ചു കാണും. വന്ന് വന്ന് തീപ്പെട്ടിയിലും സ്ലിപ്പോ? ഇവിടെ
മനുഷ്യരാരും ഇല്ലേ? അപ്പോ ഞാനെന്താ കുരങ്ങനാണോ? അപ്പോഴാണോ നിനക്ക് മനസ്സിലായത്? ആരാ? ഞാനാ. ഏത് മാസത്തെ നാനയാ? ഞാനയല്ല, നാലിടത്ത് സൂപ്പി. അപ്പോ ഇത് 5-ാമത്തെ ഇടമായിരിക്കും അല്ലേ? കൂടെ ആരാ? വെറുതെ ഒരു ഭാര്യ. എന്താ പേര്? കാമാക്ഷി. കിടുക്കാച്ചി. ശോഭയുടെ മോളല്ലേ? ഹാ, ഈ മാമന് എത്രയാ മക്കള്? 12. അപ്പോ നത്തോലി ചെറിയ മീനല്ല. എന്താ ഈ അമ്മാവന്റെ പേര്? മഹേന്ദ്ര ബാഹുബലി. കണ്ടാലും പറയും. ചേട്ടന് മക്കളൊന്നും ഇല്ലേ? ഒറ്റയ്ക്ക് കട്ടിലിൽ കിടന്ന് പിള്ളേരെ സൃഷ്ടിക്കാൻ ഞാൻ മജീഷ്യൻ മുതുകാടല്ല. സിഗരറ്റ് കത്തിച്ചോ? ആ കട അടച്ചു. അപ്പോ സിഗരറ്റ് കത്തിച്ചില്ലേ? ഞാൻ ആ സിഗരറ്റിനെ ഓടിച്ചു ദൂരെ കളഞ്ഞു. ശോഭയുടെ മോളല്ലേ? അപ്പോ ഫേമസ് ആണല്ലേ? മൂക്കിന് താഴെ മണിയനീച്ച വന്നിരിക്കുന്നു. തട്ടിക്കള, മൂക്കി കയറിപ്പോവും. ഇത് മണിയനീശയല്ല, പിന്നെ ഇത് എന്റെ മീശയാ. എന്താ പേര്? കുശലകുമാരൻ. നാറ്റം വെച്ച് തുടങ്ങിയിരിക്കണു. അമ്മച്ചിയാണ്, ഞാനല്ല. ഈ തുണി നാറ്റം വെച്ച് തുടങ്ങിയിരിക്കണു. അങ്ങനെ അയ്യോ, വന്നേ ഗുണ്ട വന്നേ, ഈ നാട്ടിലെ ഗുണ്ട വന്നേ, നിങ്ങളെ കൂട്ടുകാരെ ഗുണ്ട വന്നേ. അയ്യോ, എപ്പോഴായിരുന്നു? എപ്പോഴാ പോയത്? രാവിലെ ഏ? രാവിലെ രാവിലെ എത്ര മണിക്ക്? 6 മണിക്ക്. ഏ? 6 മണിക്ക്. 6 മണിക്ക്. എന്തോന്ന്? 6 മണിക്ക്. എന്റെ കഷ്ടമേ, ഇതെന്തൊരു കിടക്കണ അപ്പാ. അയ്യോ അയ്യോ അയ്യോ, ഞാൻ കൂടി എൻ്റെ അടുത്ത് പറഞ്ഞാണ്, മക്കളെ നീ അങ്ങോട്ട് പോകുമ്പോ അലമാരയിൽ പൈസ ഇരിപ്പുണ്ട്, എടുത്ത് കൊടുത്ത് നീ ചായ കുടിക്കാൻ പൈസ എടുത്തോണ്ട് പോടാ എന്ന് പറഞ്ഞതാണ്. എന്റെ കഷ്ടമേ, ഇതെന്തൊരു കിടത്താ. ഞാൻ അവിടെ എവിടെയെങ്കിലും കാണുക. അയ്യോ 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 അയ്യോ. നേരത്തോട് നേരമായിരിക്കണു. ഇനി കാക്കണോ? കാക്കണ്ട, ഉണ്ണി എത്തിയിരിക്കണോ? ഉണ്ണി വന്നോ?
ഹായ് അത് ഇപ്പഴാ ശരി. ഈ മാമന് ഉയരൊന്ന് വീണത്. അയ്യോ സത്യം സത്യം. ഉണ്ണി എന്താ താമസിച്ചത്? ഇവിടെ നിന്ന് 20 കിലോമീറ്റർ പോണം ബിവറേജിലേക്ക്. ആ. ഒരാൾക്ക് ഫുള്ള്, ഒരാൾക്ക് പൈന്റ്. ദാ ഇവൻ എന്നെ 2 ക്വാർട്ടർ. പിന്നെ ഈ പെണ്ണും പിള്ളയ്ക്ക് കച്ചവടത്തിനായിട്ട് 10 ലിറ്റർ സാധനം. ഇതൊക്കെ എടുത്തോണ്ട് വരുമ്പോ ചിലപ്പോ താമസിക്കും. ആ അത് ശരി. അല്ല ഉണ്ണി എപ്പോഴായി ബിവറേജിൽ കുപ്പി എടുക്കാൻ പോയത്? ഞാൻ രാവിലെ പോയി. എന്റെ കയ്യിൽ ഒരു 500 രൂപ ഉണ്ടായിരുന്നു, പക്ഷെ ഉണ്ണി പോയത് അറിഞ്ഞില്ല. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ സ്കിറ്റ്? നന്നായിരുന്നാ? ഇഷ്ടപ്പെട്ടോ? എന്തൊരു ഇഷ്ടപ്പെട്ടു? മൈക്കിൽ പറയൂ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി എന്ന് വെച്ചാ നന്നായിരുന്നു. സത്യം പറയടാ, എത്ര സത്യം പുള്ളിക്ക് വിശ്വാസമായില്ല. സത്യം പറയാൻ ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇവിടെയുള്ളവര് വെറൈറ്റി ഫീൽ ചെയ്തില്ല, കുഴപ്പമില്ല. പെർഫോമൻസ് നന്നായിരുന്നു. പെർഫോമൻസ് തന്നായിരുന്നു. ഓക്കെ, നമ്മൾ സാധാരണ കാണുന്നതിനെ കഴിഞ്ഞ് ഒരു സ്ലോ പേസിൽ പെട്ടെന്ന് കൗണ്ടറുകൾ ഇങ്ങനെ വന്ന് പറന്ന് നിൽക്കുന്ന അങ്ങനത്തെ ഒരു സ്കിറ്റ് അല്ലായിരുന്നു. ഒരു സ്ലോ പേസ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ആ ഒരു അതെ അങ്ങനത്തെ ഒരു ഇത് ട്രൈ ചെയ്തു. രസമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഈ അവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, അതായിരിക്കും. അതുകൊണ്ടായിരിക്കും അല്ലേ? പക്ഷെ അവരാ നല്ലതെന്ന് പറഞ്ഞേ കുറച്ചും കൂടെ. അവാർഡ് അവർ അറിയാവുന്നവര് കുഴപ്പമില്ല എന്നാ പറഞ്ഞു. അതെ, അറിയാവുന്നൊരു കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും പ്രേക്ഷകർ നന്നായിട്ട് ചിരിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്ത് പറയണോ? നല്ലായിരുന്നു. പിന്നെ അവാർഡ് സിനിമ അവര് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അവ വിശ്വാസക്കുറവ്. ആ ഒരു വിശ്വാസക്കുറവ് ഒന്നും കൂടെ ശരിക്കും. അത് സജിക്ക് തോന്നിയെന്താ അറിയോ? ആ. സജി അവരുടെ ജനറേഷനിൽ അവാർഡ് സിനിമ ഇങ്ങനെയല്ലോ. അപ്പൊ അതാ ചേട്ടൻ പറഞ്ഞത്. അതെ, കുഴപ്പമില്ലായിരുന്നു, പെർഫോമൻസും ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പണ്ടത്തെ അവാർഡ് സിനിമ ഇങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ അവാർഡ് സിനിമകൾ ഇങ്ങനല്ല. അതെ, അതാണ് സജിക്ക് ഡൗട്ട് അടിച്ചത്. അവാർഡ് സിനിമ ഫാസ്റ്റ് അല്ലേ? ഫാസ്റ്റ് ആണ്. ഇപ്പൊ നമ്മള് സ്പീഡിൽ സ്കിറ്റ് കളിക്കുമ്പോഴുള്ള ഒരു സുഖം ഇതിന് കിട്ടത്തില്ല. അതിന് മ്യൂസിക്കിന്റെ സപ്പോർട്ടും പിന്നെ ഉരുളക്കുപ്പേരിയുള്ള മറുപടിയാണ് നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യും. അതാണ് എല്ലാരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇത് അവര് പഴയ ഒരു അവാർഡ് സിനിമയാണ് ചെയ്തത്. ആ അവാർഡ് സിനിമ ഇങ്ങനെയാണ്. അത് അവരെല്ലാരും അതിൻ്റെതായ രീതിയിൽ നന്നായിട്ട് ചെയ്തു. സിനിമയുടെ പ്രത്യേകത മറ്റുള്ള സ്കിറ്റൊക്കെ ഉരുളക്ക് ഉപ്പേരി പോലെ പറയും, ഇതിനകത്ത് ഉരുള മാത്രമേ കാണൂ, ഉപ്പേരി ഉണ്ടാവില്ല. ഉപ്പേരി ആദ്യമേ എടുത്ത് കഴിയും. അതെ, സ്ലോ ആയി പോകുന്ന ഒരു സംഭവമുണ്ട്. അല്ല അവാർഡ് സിനിമ എല്ലാം നന്നായിരുന്നു. ഇപ്പൊ നമ്മള് സ്റ്റേജില് ഞങ്ങളൊക്കെ സ്റ്റേജിൽ പരിപാടി ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ റിനീഷ് ആയാലും സജി ആയാലും ജയൻ മാർട്ടിനും ഒക്കെ ഞാൻ ഒരുമിച്ച് ജയൻ മാർട്ടിനോട് പ്രൊഫഷണൽ സമിതിയിൽ ഞങ്ങൾ ഒരുമിച്ച് വന്ന ആളാണ്. ജയൻ മാർട്ടിനും ഞാനും. അന്ന് സജി വേറെ ട്രൂപ്പിലായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ആദ്യത്തെ ഗൾഫ് ഷോ പോയത് ഞാനും സജിയും കൂടെ ഒരുമിച്ച് അല്ലേ? അതെ, ഖത്തർ. അതെ, ഖത്തറല്ല, ഷാർജയില്. അപ്പോൾ അന്നത്തെ സ്കിറ്റും ഇന്നത്തെ സ്കിറ്റും തമ്മിൽ അന്ന് ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ പോകുന്നത് ബാലകളായിരുന്നു. കോമഡി ബാലകൾ. അപ്പോൾ അതൊക്കെ വെച്ചോണ്ട് ഞാൻ ഈ അടുത്ത സമയത്ത് ഈ സീസണിൽ ഒരു പുതിയ ബാല ഞാൻ സെറ്റ് ചെയ്തു. പക്ഷെ അത് അത്ര അങ്ങോട്ട് ജനം എടുക്കുന്നില്ല. അപ്പോൾ ആ പ്രേക്ഷകരുടെ ഓരോ കാഴ്ചപ്പാടുകൾ ടി വി ഷോയിൽ ഒരുപാട് കോമഡി പരിപാടികൾ നടക്കുന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു സ്റ്റേജിൽ കളിച്ചിട്ട് മാറ്റി വെച്ചു. കാരണം അത് പോകുന്നില്ല. കാരണം ഇങ്ങനെ ആൾക്കാരുടെ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കോമഡിയുടെ ഇപ്പോൾ പുതിയ കോമഡി സ്കിറ്റുകളും അങ്ങനെയൊക്കെയുള്ള പുതിയ സ്റ്റൈലിൽ ആൾക്കാർ വന്നു. മലയാള സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ സ്റ്റൈൽ ഇപ്പം മാറിയിട്ടില്ല. ഇപ്പം ജീവിതത്തിൽ കാണുന്ന പോലെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോലെയാണ് സിനിമയിൽ നീവിനുമൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ അഭിനയിക്കുന്നത്. ആ അഭിനയത്തിൻ്റെ സ്റ്റൈൽ പോലും മാറി. ബിഹേവിംഗ് ആയി. അപ്പം അതാണ് ഇവിടെ ഒരു വ്യത്യാസം സംഭവിച്ചത്. അവർക്ക് ഒരു എനർജി കുറഞ്ഞ പോലെ തോന്നിയതും അങ്ങനെ ആയിരിക്കും. കാരണം കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമായിരിക്കും. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു വന്നത് ആ ബാല ഞാൻ മാറ്റി വെച്ചു. ഇതിപ്പോ മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞത്. അല്ലല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ അനുഭവം പറഞ്ഞു. അപ്പൊ ആ കോമഡി ആസ്വദിക്കാവുന്ന വേറെ തരത്തിലേക്ക് ഇപ്പൊ ആൾക്കാർ മാറിയിട്ടുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞു വന്നത്. അളിയന് ഹിറ്റ്ലറിന്റെ ഫിഗർ ചെയ്താണെങ്കിലും ചാർലി ചാപ്ലിൻ, ഹിറ്റ്ലർ, അങ്ങനെ കുറെ ഫിഗർ. നാഗേഷ്. ശരി. ഇതിനിടയ്ക്ക് റിനീഷേ ആ തീപ്പെട്ടി വരച്ച ഫിഗർ കണ്ടായിരുന്നു. അത് നമ്മുടെ ബാഹുബലിയിലെ മറ്റേ പുള്ളിക്കാരനുണ്ടല്ലോ, അങ്ങനെ തോപ്പിക്കുന്ന രീതിയിലാണ് കണ്ടുവന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു പുള്ളി ഉണ്ടായിരുന്നു, ഒരു ചേട്ടൻ.
പണ്ട് പുള്ളിക്ക് തേയിലത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഉം. കടം കയറിയിട്ട് തേയിലത്തോട്ടമൊക്കെ വിറ്റു. ഉം. പിന്നെ പുള്ളി തേയിലത്തോട്ടത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇതുപോലത്തെ മീശയും വെച്ചാണ്ടായിരുന്നു. ഓക്കെ, ആ മീശ കണ്ടിട്ടേ കാക്ക ചിറകടിച്ച് പറന്നു പോന്ന പോലെ. ശരിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇവരുടെ സ്കിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ അതിന് നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്ന ഓഡിയൻസ് ആണ് അത് റേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അവരോട് നമുക്ക് ചോദിക്കാം ഇവർക്ക് എത്ര സ്റ്റാർസ് ആണ് കൊടുക്കുന്നതെന്ന്. ഓഡിയൻസ് എത്ര സ്റ്റാർസ്? മെജോറിറ്റിയുടെയും ഒപ്പീനിയൻ 3 സ്റ്റാർസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് 3 സ്റ്റാർസ് ആണ് ഈ ഒരു പെർഫോമൻസിന്. ഒപ്പം കിട്ടുന്നു 2500 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചറും. ഈ സ്കിറ്റിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത 3 പേരുണ്ട്. അവർ 3 പേരും വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവരെയാണ് നമ്മൾ ഇനി വേദിയിലേക്ക് ഒന്ന് വിളിക്കാൻ പോകുന്നത്. ബിനോയ്, വിഷ്ണു ആൻഡ് സാജൻ. അങ്ങനെ അവർ വേദിയിലെത്തി. പക്ഷെ ഇവർ നല്ല ആർട്ടിസ്റ്റുകളാണെന്ന് ഞാൻ പറഞ്ഞാൽ മാത്രം പോരാ, അവരത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേജിൽ വന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു പെർഫോമൻസ്? ദലീമ, ദലീമയുടെ ശബ്ദം. ഓക്കെ, ക്രിസ്ത്യൻ പാട്ടാണ്. ആ പുത്രൻ എന്നോടുള്ള നിൻ സ്നേഹമവർണ്ണനീയം നിന്നോർമ്മ അടിപൊളി. അടുത്തായിട്ട് മറ്റേ രശ്മി സതീഷ് എന്ന് പറയുന്ന അവരുടെ വോയിസ് ആണ് ഞാൻ ചെയ്യുന്നത്. നടിയും ഗായികയുമാണ് രശ്മി സതീഷ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ആ, ഒരുപാട് വൈറലായ ഒരു പാട്ടായിരുന്നു രശ്മിയുടെ. യെസ്, അടുത്ത് ജാനകിയമ്മയുടെ. ജാനകിയമ്മയുടെ ശബ്ദം. ഓക്കെ. മൈനാകം കടലിൽ നിന്നുയരുന്നുവോ? ശിശിരങ്ങൾ തിരയുന്നുവോ? മൈനാകം കടലിൽ നിന്നുയരുന്നുവോ? ചിറകുള്ള മേഘങ്ങളാൽ ശിശിരങ്ങൾ തിരയുന്നുവോ? വാവ്, അസലായിട്ട് പാടി, അസലായിട്ട് പാടി. അടുത്തതായിട്ട് ഈ ട്രെയിനിൽ ഭാഷ അറിഞ്ഞുകൂടാതെ ആ, പിള്ളേർ ഒന്ന് പാടുന്നുണ്ട്, പിച്ചക്കാർ അതെ, അതെ. പാടുന്നുണ്ട്. ആ, അത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഓക്കെ. പിന്നെ തൊണ്ടടയും. കുറ്റാൻഡല ഒറ്റയിലെ വള്ളേരക്കും പുത്തിയിലെ പാട്ട്. അതൊരു വെറൈറ്റി സംഭവമായിരുന്നു. ഗുഡ് ജോബ് ബിനോയ്, നന്നായി ചെയ്തു. ഇനി ഉണ്ടോ എന്തെങ്കിലും? അടുത്ത ആളിലേക്ക് നമ്മൾ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. സാജൻ. ഓക്കെ, ഇതാണ് സാജൻ. അപ്പൊ ഇനി സാജന്റെ കയ്യിൽ എന്തൊക്കെ നമ്പറുകളാണ് ഉള്ളതെന്ന് നോക്കാം. എന്താ ചെയ്യാൻ പോകുന്നത്? ജഗതി ചേട്ടന്റെ കിലുക്കത്തിലെ ഡയലോഗാണ്. ആ. അപ്പൊ അതിൽ രേവതി ചേച്ചിയാണ്, അതിന് പകരം ബിന്ദു പണിക്കരാണ്. ബിന്ദു പണിക്കർ വരുന്നു. ഓക്കെ. എടക്കൊരുങ്ങ, ഇവിടെ ഒരു കോഴിന്റെ മണം. ഇവിടെ ഒരു കോഴി ഇറങ്ങി നടക്കണത് കണ്ട്. അതില്ലടാ, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ വെച്ചോണ്ടിരുന്നപ്പം ഇറങ്ങി ഓടിയതായിരിക്കും. അതായിരിക്കും വെച്ച കോഴിയുടെ പടം. പോയി കിടന്ന് ഉറങ്ങുമുള്ള നീ ഇത് കണ്ടിട്ടേ വിളിച്ചോണ്ട് പോട്ടെ. ഓക്കെ, അടുത്ത എന്താണ്? അടുത്ത നമ്മുടെ ഇന്ദ്രൻ ചേട്ടന്റെ. ഇന്ദ്രൻ ചേട്ടന്റെ ശബ്ദം. ഓക്കെ.
തമ്പുരാനേ ആദി തമ്പുരാനേ ഇടിച്ചില്ല കൂമ്പിന് വാട്ടം കണ്ണീദാസിന് വിലയില്ലേ കണ്ണിടഞ്ചിന് പൊന്നുവില ബാലകൃഷ്ണ അച്ഛനുറങ്ങി കിടക്കും നിശ്ചലം അച്ചച്ചൻ ഒച്ചച്ചൻ ഓക്കെ അടുത്തത് നമ്മുടെ ഋഷഭാവ ആ ഇൻഹരിയർ എന്ന് പറഞ്ഞ Okay. ചിത്രത്തിലെ ഡയലോഗ്. ആ അമ്മച്ചി ഒരു കൈയിൽ എണ്ണയും മറുകൈയിൽ ആൻഡ്രൂസിനുമായിട്ട് അമ്മച്ചി ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാറില്ലേ? ബോധത്തിന്റെ കയ്യിൽ നിന്നും നിധി തട്ടിപ്പറിച്ച ആ കഥയിലെ വില്ലനാകൻ വയ്യാഞ്ഞിട്ടാ അമ്മച്ചി ആ പെട്ടിങ് തന്നേരെ തരില്ല ജാക്സൺ കേടിയോ. കൊള്ളായിരുന്നു അടിപൊളി. ഇനി നമ്മുടെ ശാന്തുപട്ടിലെ ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്തിന്റെ ചാന്തുപൂട്ടിലെ ഡയലോഗ്. നിങ്ങൾക്കറിയാവോ, നിങ്ങൾ എൻ്റെ അപ്പനെ കൊണ്ട് ജയിലിൽ പോകുമ്പോഴേ അന്ന് എനിക്ക് 9 വയസ്സ്. അന്ന് ഞാനും അമ്മ പട്ടിണിയായിരുന്നു. പട്ടിണി എന്ന് വെച്ചാൽ മുഴു പട്ടിണി സഹിക്കണമെന്നപ്പോഴേ അമ്മ ഒരു വാരത്തിൻ്റെ ഒളിച്ചോടി. എന്നിട്ട് കുമാരനെ തുറവിട്ട് പോയില്ല, വള്ളത്തിൽ നിന്ന് മീൻ വാരി തമ്മി തല്ലി കുമാരനങ്ങട്ട് വളർന്ന്. അങ്ങനെ ഈ നാട്ടിൽ എനിക്കൊരു വിളിപ്പേരിട്ട് കൊമ്പൻ കുമാരനെന്ന്. ആ വിളി എനിക്കും ഇഷ്ടമാണ്. കൊമ്പനല്ലേ, അല്ലാതെ പിടിയല്ലല്ലേ. ഓക്കെ സാജൻ, വെരി ഗുഡ് ജോബ്. അപ്പൊ ഇനി നമുക്ക് വിഷ്ണുവിലേക്ക് പോവാം. വിഷ്ണു, എന്താണ് വിഷ്ണുവിന്റെ കയ്യിലുള്ളത്? 3 തരം വോയിസ് ആണ്. ആ. പഴയത്, പുതിയത്, പിന്നെ ഇടത്തരം. ഓക്കെ, ആ ഇളയ ദളപതി വിജയ്. നമുക്ക് പഴയ വോയിസിലോട്ട് Okay. പോവാം. ഈ ഷാജഹാൻ ഖുഷി ആ ഒരു കാലഘട്ടത്തിലുള്ള വോയിസ്. பொண்ணுகளை பற்றி உனக்கு என்ன தெரியாது? ஒரு பொண்ணு நம்மளை பார்க்குறோன்னு சிரிக்கணும்னா சும்மா 2 வாரத்தை பேசுகிறோன்னா காரணத்தை பண்ண நினைக்கிட்டாடா. ஃபர்ஸ்ட்டில் அவன் மனசு நம்மளுக்கு இருக்கணும் இல்லையா தெரியணும். அது வரைக்கும் கொஞ்சம் பொறுமை ஏடா. അടുത്തായി കൊഞ്ചു കോഴി സംസാരിക്കുന്ന ഒരു വോയിസ് ഉണ്ട്. ആ ഓക്കെ. என்னது அக்கா பொண்ணு அருக்கணி எத்தனை வாட்டி சொல்லிருக்கு? எனக்கு ஒரு பொண்ணு பிறக்க போதும் இல்லை, அவளுக்கு எப்போவே பிறந்தாச்சு. யாரு எங்க இருக்க, எப்படி இருக்க, என்ன ரேஞ்சில் இருக்க மட்டும் தெரியல. അടിപൊളി. തെറിയുടെ ഒരു തെറി ആ സിനിമയിലെ. ശരി ശരി. நான் ஒரு டெப்டி கமிஷனர், எனக்கு கீழே 2 ஏசி 18 இன்ஸ்பெக்டர் 36 ஏசி 28 ஒரு கிரேடு 1 கான்ஸ்டபிள்ஸ்னு ஒரு 306 பேர். சுருக்கமாக சொன்ன பேரா பாதி சீட்டோட பாதுகாப்பாக நான் வச்சுங்களேன். இவ்வளோ வேலையிலும் இந்த பஸ் எங்கே போத கூட தெரியாது. நீங்கள் சொன்ன ஓகே அப்படி இந்த வார்த்தைக்காக பின்னாடி உட்கார்ந்து வரேன். முன்னாடி இருந்து சிரிக்குது, பின்னாடி இருந்து தெரியுங்க. பட் முன்னாடி என்ன நினைக்கிறது பின்னாடி இருந்து தெரியலங்க. ആ അത് ലാസ്റ്റ് മെർസലിലെ ഒരു അച്ഛൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട് ആ ഒരു. ഓക്കെ. ആ ஏய் அத்தை திட்டாதடி, இந்த லெங்தை பார்த்து நீ லவ் பண்ணிய புல்லட்டு பார்த்தியா? அப்படியா? சரி, உங்க எதை பார்த்து லவ் பண்ணி தெரியுமா? இந்த 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 ஓ கண்ணை சொன்னடி, கண்ணழகி ஓசைப்பாரு. ഒരേ ആളുടെ ശബ്ദത്തിന്റെ 4 വെറൈറ്റീസ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് കണ്ടു, നമ്മുടെ മൊത്തം ടീമിന്റെ സ്കിറ്റ് കണ്ടു. അപ്പോൾ അവരുടെ സ്റ്റാർ എത്രയാണ് റേറ്റിംഗ് കൊടുത്തതെന്നുള്ളത് അറിഞ്ഞു. പിന്നെ നമ്മൾ അടുത്തതിലേക്ക് മൂവ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം ഇതേ സ്റ്റേജിൽ. ഹലോ, എന്താ ഇവിടെ ആരാ നിങ്ങൾ? ഞങ്ങൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഗ്യാപ്പ് പ്രോഗ്രാം fill ചെയ്യാൻ. ചെയ്യാനോ? ആ ഗ്യാപ്പ് പ്രോഗ്രാം. അല്ല ഇവിടെ ഡാൻസ്. ആ അതെ, ഡാൻസ് ഗ്യാപ്പ്. അല്ല ഇവിടെ പ്രഭുദേവ വരുമെന്നല്ലേ പറഞ്ഞേ? എന്താണ് പ്രഭുദേവ വരുമെന്നല്ലേ പറഞ്ഞേ? അതെ. എടാ പുള്ളി എവിടെ? എന്താ പ്രഭുദേവ എവിടെ? അതെ, ഞാൻ പ്രഭു, ഇവൻ ദേവ. അങ്ങനെ പ്രഭു ദേവ, ഞാൻ പ്രഭു ദേവ അങ്ങനെ. ആ ശരി. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞ അപ്പൊ നിങ്ങളാണ് ഗ്യാപ്പ് ആർട്ടിസ്റ്റുകൾ? ആ അതെ, ഗ്യാപ്പ് ആർട്ടിസ്റ്റുകൾ. അതെന്താ അങ്ങനെ? അത് ഗ്യാപ്പ് ആർട്ടിസ്റ്റ് ഞങ്ങൾ ഗ്യാപ്പ് ചെയ്യുന്നതുകൊണ്ടല്ല ഗ്യാപ്പ് ആർട്ടിസ്റ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇപ്പൊ ഇന്ന് എത്ര തീയതി? ഇന്ന് 24. ഇന്നിപ്പോ ഈ വർഷം 24, നിങ്ങൾ അടുത്ത വർഷം 24-ാം തീയതി ഞങ്ങൾ അടുത്ത പ്രോഗ്രാം കാണും. അപ്പോൾ ഒരു നീണ്ട ഗ്യാപ്പുമല്ലോ, അതുകൊണ്ടാണ് നമ്മളെ ഗ്യാപ്പ് ആർട്ടിസ്റ്റ് നല്ല ഗ്യാപ്പാണ്. നല്ല ഗ്യാപ്പാണ്. നിങ്ങൾ 3 പേര് വരുമെന്നാണ് പറഞ്ഞല്ലോ. ഇപ്പൊ 2 പേരേ ഉള്ളല്ലോ. ഒരാളൂടെ അവന് ട്രിപ്പാണ്. ട്രിപ്പിലാണ്. അത് അമേരിക്ക, ഗൾഫ്, അങ്ങനെ ഇറ്റലി. അല്ലല്ല, മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ട്രിപ്പ് ഇട്ടിട്ടിരിക്കുകയാണ് അവൻ. അതെന്താ പറ്റി? അത് ഒരു സ്റ്റേജ്, നമ്മൾ ഈ റോപ്പ് ഡാൻസറാണ്. റോപ്പിൽ തൂങ്ങി ഡാൻസ് ചെയ്യുന്നത് കണ്ടില്ലേ? റോപ്പ് ഡാൻസ്. അതിൽ അങ്ങനെ ഡാൻസ് ചെയ്യുന്നതാണ്. ഒരു ദിവസം സ്റ്റേജിൽ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ആദ്യം ഇങ്ങനെ തലകീഴായിട്ട് തൂങ്ങിക്കിടന്ന് ഇങ്ങനെ ആടും അവൻ. അത് ഫസ്റ്റ് ആട്ടം അങ്ങ് ഓഡിയൻസിന് ഇടയ്ക്ക് വരെ പോകും, തിരിച്ചു വരും. അങ്ങനെ ആടുമായിരുന്നു. ഫസ്റ്റ് ആട്ടം പോയി അവൻ തിരിച്ചു വന്നു, 2ാമത് പോയി തിരിച്ചു വന്നു, 3ാമത് പോയി തിരിച്ചു വന്നു. കയറ് മാത്രം അവനെ കണ്ടില്ല. അവനെ നാം നോക്കുമ്പോൾ പിന്നെ മാവിന്റെ തുമ്പ് സേന്റെ ഫ്രണ്ടിൽ മാവിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്നു, മാങ്ങയുടെ കൂട്ടത്തിൽ. പിന്നെ എങ്ങനെ ഇറക്കി? ആ നാട്ടുകാർ മാങ്ങയാന്ന് പറഞ്ഞ് എറിഞ്ഞ് താഴെ ഇട്ട്. അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. പിന്നെ ഒരു കാര്യം, മെഡിക്കൽ കോളേജിൽ ചെല്ലുന്നവർ അവന് ബോധമില്ലായിരുന്നു കേട്ടോ.
ബോധമില്ലായിരുന്നു. ബോധം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ വരുമായിരുന്നു അവൻ. അപ്പൊ യവൻ വന്നത് അവനും ബോധമില്ലേ? പുള്ളി ഇപ്പൊ എവിടെയാണ്? പുള്ളി ഇപ്പൊ സ്റ്റേജിലാണ്. വീണ്ടും വിളിച്ച് അവനെ സ്റ്റേജിൽ കയറ്റി. അയ്യോ, ആ സ്റ്റേജ് അല്ല, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഇത് ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് എന്നിട്ട് നിങ്ങളെ പുള്ളീനെ അവിടെ ഇട്ടിട്ട് നിങ്ങൾ പോകുന്നില്ല? ഇല്ലല്ലോ, അവൻ അവിടുന്ന് പോയല്ലോ, ഹോസ്പിറ്റലിൽ നിന്ന് പോയി. അതിന് ശേഷം ഞങ്ങൾ ഇവിടെ വന്നത്. അതെന്താണ് ഈ പറയുന്നത്? ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് പറയുന്നു, പിന്നെ പുള്ളി പോയെന്നും പറയുന്നു. ഇന്ന് രാവിലെ ആയിരുന്നു അവന് ഓപ്പറേഷൻ. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അവന് ഓപ്പറേഷൻ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ബോധം ഉണ്ട് അവന്. അപ്പോൾ ഡോക്ടർ നേഴ്സോട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ നേഴ്സ് അവൻ ഇങ്ങനെ കൂടെ നേഴ്സ് അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ പേടിക്കാതിരിക്കൂ, ഇതിനാണ് വിറയ്ക്കുന്നത്, കൈയും കാലും വിറയ്ക്കാതെ സമാധാനമായിട്ടിരിക്കൂ, ഞങ്ങളില്ലേ കൂടെ. ഇത് കേൾക്കി ഇവനിറങ്ങിയ ഒരു ഒറ്റ ഓട്ടമാണ്. ഇതെല്ലാ നഴ്സുമാരും ഓപ്പറേഷന് മുമ്പ് രോഗികളോട് പറയുന്ന ഒരു കാര്യമാണ്. അവരെ സമാധാനിപ്പിക്കാൻ, അവർക്ക് ധൈര്യം കൊടുക്കാൻ. അത് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. എല്ലാ നഴ്സുമാരും രോഗിയോട് പറയും. അത് പേടിച്ചോടേണ്ട കാര്യമില്ലല്ലോ. അതാ പറഞ്ഞത്, എല്ലാ നഴ്സുമാരും രോഗിയോട് പറയും. ഈ നഴ്സുമാർ ആരോടാ പറഞ്ഞെന്നറിയോ? ഓപ്പറേഷൻ ചെയ്യാൻ വന്ന ഡോക്ടറിനോട്. പിന്നെ അവരവിടെ നിൽക്കും, അവൻ ജീവനും കൊണ്ട് ഓടിയവൻ. അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ ഒരു കാര്യം, പേടിക്കണ്ട, 10 പേരുടെ ചോറ് ഇവൻ ഉണ്ണോനും. 10 പേരുടെ ഡാൻസ് ഇവൻ ഒറ്റയ്ക്ക് ചെയ്യും. അത്രയ്ക്ക് ആർട്ടിസ്റ്റാണ്. വെടിക്കെട്ട് ആർട്ടിസ്റ്റാണ്, അല്ല ഇടിവെട്ട് ആർട്ടിസ്റ്റാണ്. ഇടിവെട്ട് ആർട്ടിസ്റ്റ് ഞാൻ എവിടെ പരിപാടിക്ക് പോയാലും ഒന്നീ ഇടി അല്ലെങ്കിൽ വെട്ട്, അത് ഉറപ്പാണ്. അത് അവൻ മാത്രമല്ല, എനിക്കൂടെ വാങ്ങിച്ചു തരും, അതിലെ കഷ്ടം. തന്നെ പ്രഭുദേക്കളെ, നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഡാൻസ് അറിയാം? ഞങ്ങൾക്ക് അക്രി ബക്കറ്റ്. അങ്ങനെയല്ല, ആർക്കോ ബക്കറ്റ്. ആർക്കും അല്ല പറ്റിക്കുന്നത്, നിനക്കാ പറ്റിക്കുന്നത്. ആക്രോബാറ്റിക് അങ്ങനെയാണോ? അത് അടുത്ത കഴിഞ്ഞ മീറ്റിംഗിന് മാറ്റിയായിരിക്കും പേര്. ഞങ്ങൾ ഡാൻസേഴ്സിന്റെ മീറ്റിംഗിന് കഴിഞ്ഞാൽ മാറ്റിയായിരിക്കും. നേരത്തെ ഇങ്ങനെ ആയിരുന്നു. അത് മാറ്റിയതൊന്നും അല്ല, പിന്നെ പണ്ട് മുതലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണോ? അക്രോബാറ്റിക് എന്നാണ്. ശരി. പിന്നെ പിന്നെ ഈ കണ്ടം കറി. ആശാനെ അത് അങ്ങനെയല്ല, പിന്നെ കണ്ടം വഴി. അത് നമ്മുടെ പരിപാടി കഴിഞ്ഞ്. ഇത് കണ്ടം കറി ഡാൻസിന്റെ പേര്. കണ്ടംപററി. എങ്ങനെ? കണ്ടംപററി. ഓ, ഡാൻസ് എങ്ങനെയും കളിച്ചൊപ്പിക്കാൻ, പേരാണോ പറഞ്ഞൊപ്പിക്കാൻ പറ്റാത്തത്? പറയൂ. അതെ, നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഡാൻസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം. ഒരു റോപ്പ് വേണം. റോപ്പ് വേണം. റോപ്പ് ഡാൻസ് കളിക്കാനാണോ? അല്ല, റോപ്പ് അതിന് പേര് പറയരുത്. പേര് പറയുമ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജിൽ ഓർമ്മ. അതിനല്ല, എൻ്റെ ഈ ഡ്രസ്സൊക്കെ മുഷിഞ്ഞാണെന്ന് അശ കെട്ടി ഒന്ന് ഉണക്കണം, നല്ല സ്മെല്ലുണ്ട്. ആശാനെ, അങ്ങനെയെങ്കിൽ ഈ തുണി ഒന്ന് കഴുകിയിട്. ആദ്യം നിന്റെ തല ഒന്ന് നനയ്ക്ക്, പിന്നെ എൻ്റെ തുണി നനയ്ക്കാം. പിന്നെ എനിക്ക് മണ്ണെണ്ണയും തീപ്പെട്ടിയും വേണം. ഫയർ ഡാൻസിനല്ല സംഭവം. ഫയർ ഡാൻസ് ആയിരുന്നു എൻ്റെ മെയിൻ. ഒരമ്പലത്തിൽ നിന്ന് പിന്നെ മണ്ണെണ്ണ ചോദിച്ചു, അവർ കൊടുത്ത പെട്രോൾ ആയിരുന്നു. അങ്ങനെ പെട്രോൾ വായിക്കൊണ്ട് അറിഞ്ഞില്ല, മണം ഏതാണ് ഗുണം ഏതാണെന്ന് അറിയില്ലല്ലോ. എല്ലാം കമത്തി വായിൽ അങ്ങനെ വെച്ചിട്ട് തീ വെച്ചിട്ട് ഒറ്റ ഊത്. പെട്രോളല്ലേ, ഭയങ്കര തീ അങ്ങ് പോയി. ഊതിയിട്ട് ശ്വാസം നേരെ ഇങ്ങോട്ട് കൃഷ്ണിലേക്ക് പിടിച്ചപ്പോൾ ആ തീ അതുപോലെ ഇങ്ങോട്ട് കയറി മുട്ടം നിന്ന് കത്തി. ഈ ഹനുമാൻ ലങ്കാദഹനം നടത്തിയിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? അതുപോലെ ആ ഗ്രാമം മൊത്തം കത്തിച്ചിട്ടാണ് അവൻ കയറി വന്നത്. ആ ഗ്രാമത്തിൽ മൊത്തം വ്യാളി തീ തുപ്പുന്ന പോലെ തുപ്പി നടക്കുമായിരുന്നു. ഇപ്പൊ ഈ മണ്ണെണ്ണ വിളക്കം ചോദിച്ചെന്തിനെന്നറിയോ? KCB ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്നെ വെട്ടിച്ചിട്ട് അവൻ പോയി. അവിടെ ചെന്ന് പരിപാടി നടത്തി. അവർക്ക് പരിപാടി നല്ലപോലെ ഇഷ്ടപ്പെട്ട് ആ നിമിഷം തന്നെ അവർ പോയി വീട്ടിലേക്ക് പീസ് അങ്ങ് ഊരി. അത്രയ്ക്ക് മെച്ചമായിരുന്നു. പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ പീസ് ഊരിനെന്തിനാ? അത്രയ്ക്ക് മെച്ചമായിരുന്നു പരിപാടി അവർക്ക്, മനസ്സിലായില്ലേ? അതിനുശേഷം പറഞ്ഞു KCB ഇവന് കറണ്ട് കൊടുക്കണ്ട. അങ്ങനെയൊക്കെ തീരുമാനിച്ചു. ഇപ്പൊ വെട്ടമില്ല വെളിച്ചമില്ല, ഇപ്പൊ മണ്ണെണ്ണയും വിളക്കും ആശ്രയം. അതല്ലേ. പിന്നെ ഈ ഫുഡിന്റെ കാര്യം എങ്ങനെയാണ്? ഭക്ഷണം ഒരു കോംപ്രമൈസും ഇല്ല. അല്ല, നിങ്ങൾ നേരത്തെ പറയണം, എന്നാണ് ഫിറോസിനോട് പറയുന്നത്. അത് എനിക്ക് ഒരു കണിശക്കാനാണ് ഞാൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. എനിക്കൊരു 5 കൂട്ടം ചിക്കൻ്റെ ഐറ്റംസ് തന്നെ വേണം. 5 തരം ചിക്കൻ? അതില്ലാതെ എന്തൊക്കെയാണോ? അത് പിന്നെ ചിക്കൻ ഫ്രൈ, ചില്ലി ചിക്കൻ, ഇതിന്റെ ബട്ടർ ചിക്കൻ, പിന്നെ അങ്ങനെ ചിക്കൻ ഉണ്ടല്ലോ സംഭവങ്ങളൊക്കെ. അത് പിന്നെ നമുക്ക് അതൊക്കെ കണ്ടതും കാണാത്തതുമായ എല്ലാ ഐറ്റംസും പോരട്ടെ. അതാണ് നമുക്ക് ഒരു താല്പര്യം. അതില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതെ, ഞങ്ങള് ഇങ്ങനെയുള്ള ഭക്ഷണമൊന്നും കഴിക്കാറില്ല. ഇത് കഴിച്ചാൽ ചൂടിന്റെ കാലമല്ലേ, ഭയങ്കര ചൂട് പയർക്കൊക്കെ ചെയ്യും. ഞങ്ങൾ അതുകൊണ്ട് കഞ്ഞിയും പയറുമാണ്. അയ്യോ, കഞ്ഞിയും പയറും എനിക്ക് പറ്റില്ല. എനിക്ക് എന്തെങ്കിലും കടിച്ചു പറിക്കണം. ഒരു കാര്യം ചെയ്യും, വെളിയിലൊരു പട്ടിയുണ്ടോ, നല്ലപോലെ കടിച്ചു പറിക്കും. പട്ടിയുടെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ ചിക്കൻ്റെ ഐറ്റംസ് കടിച്ചു പറിക്കും, മാംസം കടിച്ചു പറിക്കുന്ന കാര്യം പറഞ്ഞു. ആ പട്ടി മാംസം കടിച്ചു പറിക്കുള്ളൂ. ഹലോ മിസ്റ്റർ, ചിക്കൻ തിന്നുന്ന കാര്യം പറഞ്ഞത്. എനിക്കതില്ലെങ്കിൽ പറ്റത്തില്ല. ഇവിടെ അത് തരാൻ ബുദ്ധിമുട്ടാണ്. അത് അല്ലെങ്കിൽ പറ്റില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വേണ്ട, നിങ്ങൾ വേറെ ആളിനെ അന്വേഷിക്കണം. ഞങ്ങൾ അന്വേഷിച്ചോളാം. നിങ്ങൾ മിസ്റ്റർ, നിങ്ങൾ വേണ്ടാതെ മിസ്റ്റർ, നിങ്ങൾ മാറി. വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. ഞങ്ങൾക്ക് വേറെ ആളെ ഞങ്ങൾക്ക് വേറെ ആളെ കിട്ടില്ല. അതെ, ഞാൻ നിന്നോളാം. നീ തിന്നണ്ട, ആശാനും തിന്നണ്ട. അതല്ലെന്ന്, ഞാൻ മാടുപോലെ ഡാൻസ് കളിച്ചോളാം. എനിക്ക് കഞ്ഞി തന്നാ മതി. ഞാൻ അപ്പൊ നിന്റെ ആശാനം ഞാൻ പറഞ്ഞു റെഡിയാക്കിയിട്ട് വരാന്ന്. ആണോ? ഓ,
അതെ ആ. സംഭവം എല്ലാം ഓക്കെയാണ്. പിന്നെ എന്നാ കുഴപ്പം? ആശാൻ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്ത് ഡിമാൻഡ്? നിങ്ങൾക്ക് ഇത്തിരി കാശ് കൂടും. അത് വിഷയമല്ല, ഞങ്ങൾക്ക് പരിപാടി നടക്കണമല്ലോ. കാശ് കൂടുതലാണ്. കുഴപ്പമില്ല, ഞാൻ ഒരു ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്താ കാര്യം പറ. പിന്നെ നേരത്തെ പറഞ്ഞ ആ കഞ്ഞിയില്ലേ, അതിന്റെ കൂടെ 2 ചുട്ട പപ്പടവും ഒരു കാന്താരിയും തന്നു കഴിഞ്ഞാൽ ആശാൻ വരാന്നാണ് പറഞ്ഞത്. എന്നാ ഒരു ഉണക്കമീന്റെ തലയും കൂടെ ആണെങ്കിലോ? സന്തോഷം. ഞാൻ എന്ത് പണിയും വേണമെന്ന് ചെയ്തോളാം. ആണോ? അത് ചെയ്യാം. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് അല്ല ഡാൻസ് കളിക്കാതെ ഡാൻസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്നിട്ട് ആലോചിക്കാം, നല്ലതാണോ എങ്കിൽ ആലോചിക്കാം. നന്നായിരിക്കും. കാന്താരി മുളകിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ, ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. കൊണ്ടുവരട്ടെ. അപ്പൊ ഞങ്ങളെ ഒരു ചലഞ്ചിങ് ഡാൻസ് ഉണ്ട്, അതങ്ങ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ കഞ്ഞി കുടിക്കാൻ യോഗ്യനായിരിക്കുന്നു. അടിപൊളി. കഥറടി. ഇതല്ല, ഞങ്ങളെ പൂട്ട് വീണ് കിടക്കുക. ആരെങ്കിലും വന്ന് അടിച്ചേ. ഇതിന്റെ പാസ്വേഡ് ആർക്കെങ്കിലും അറിയാവോ? ഈ പൂട്ടിന്റെ പാസ്വേഡ് അറിയാത്ത ആരെങ്കിലും ഒന്ന് അടിച്ചു തരാൻ. പാസ്വേഡോ? ഒരു സൈഡ് കഴിഞ്ഞു. അയ്യോ, അതല്ല. അയ്യോ, ഇനിയാണ് നിങ്ങൾക്ക് കഞ്ഞിയുടെ ആവശ്യം വന്നത്. അതെ അതെ അതെ. വെറും കഞ്ഞിയല്ല, കഷായ കഞ്ഞി. അപ്പോഴേ ആ കഷായക്കഞ്ഞിയുടെ കൂടെ നേരത്തെ പറഞ്ഞ ആ ഉണക്കമീൻ്റെ തല കാണുമോ? കോമഡി മസാലയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ചിരിയുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ഇറ്റ്സ് എ ബൈ ഫ്രം us.